മധുങ്കൾ ഓയ് ഇനി മധുങ്കളുടെ അമൃതം എത്താൻ പോവാ. എന്റെ അമൃതമല്ല, പിന്നെ ആരുടെ? അമൃതം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം അതെ, MJ ഞങ്ങളുടെ ടോപ്പ് സിംഗറിന്റെ അമൃതം പൊടിയാണ് ഇനി വരാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ അമൃതക്കുട്ടി ഓൺ സ്റ്റേജ്. സുപ്രഭാതം. എന്തോ എന്തിനു പറയണ്? എന്തൊരു വിശേഷങ്ങള്? വെള്ളങ്ങളെല്ലാം കുടിച്ചാ? കുടിച്ച് നമ്മുടെ സുപ്രഭാതത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ. എപ്പോഴും പ്ലസന്റ് ആണ്. അതെ അതെ. എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും. അതെ. പോസിറ്റീവ് വൈബ്സ് ആണ്. ദാറ്റ് ഈസ് ബെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുപ്രഭാതത്തിന് ആ കാര്യത്തില്. ഓഫ് കോഴ്സ് മ്യൂസിക്കലി സംഭവമാണല്ലോ അതെ അല്ലേ? അതെ. അപ്പൊ ഏതാണ് പാട്ടുന്നത്? മാംഗല്യപ്പൂവിലിരിക്കും. ജോൺ ചേട്ടൻ. അതെ. PK ഗോപി സാർ. അതെ. സിനിമ ഏതാണ്? സിനിമ സസ്നേഹം. സസ്നേഹം. ഏത് വർഷമായിരുന്നു? 1990. കോസ്റ്റ്യൂം കൊള്ളാടാ. നല്ല കളറ്. ഉടുപ്പിട്ട് കിടലിനായിട്ട് പാടാൻ പോവാ. ഇപ്പൊ സുപ്രഭാതമാണ് ലിറ്റിൽ ഏഞ്ചൽ എന്ന് എനിക്ക് സംശയം. ഇങ്ങനത്തെ ഉടുപ്പ് കാണുമ്പോ അല്ലേ, എനിക്ക് പുറത്തിറങ്ങിയാലും അങ്ങനെ ഉണ്ട്. ആരെങ്കിലും കുഞ്ഞു പിള്ളേർ ഇങ്ങനത്തെ ഉടുപ്പിട്ട് വന്നാൽ എനിക്ക് അപ്പൊ ലിറ്റിൽ ഏഞ്ചൽ ഓർമ്മ വരും. ചോക്ലേറ്റ് കൊണ്ടു നടക്കോ? ആര്, ഞാനോ? അതെന്തിനാ? അവർക്കൊരു മധുരമഴ കൊടുക്കാൻ. അത്രയും ഞാൻ ചെയ്യാറില്ല, ഞാൻ ജസ്റ്റ് ഓർക്കും, അതിനെ മറക്കും. ഓക്കെ, അപ്പൊ നന്നായിട്ട് പാടിക്കോട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോരു നീ വസന്ത കന്യേ തങ്കത്തേരിൽ മുത്തോല തോരണമിട്ടു മുറ്റം നീളേ മുറ്റം നീളേ മാംഗല്യപ്പൂവിലിരിക്കും മാണിക്യത്തുമ്പി വിളിച്ചു പോരു നീ വസന്ത കന്യേ തങ്കത്തേരിൽ മുത്തോല തോരണമിട്ടു മുറ്റം
വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. അമൃതക്കുട്ടി, എന്തോ എന്ത് ബ്രൈറ്റ് വോയിസാ മോൾക്ക്. താങ്ക് യു. ഏത് ക്ലാസ്സിലാണ് മോളിപ്പോ? 6th സിക്സ്ത്തിലേക്ക് ആയോ അതോ അടുത്ത 7th. 7th പോകുന്നത്? നന്നായി പാടിയിട്ടാ മോളെ. താങ്ക് യു സർ. നല്ല ക്രിസ്പായിരുന്നു വോയിസ്. ആ. 1-2 സ്ഥലത്ത് ചെറിയൊരു പിച്ചിങ്, അതായത് എസ്പെഷ്യലി ആ ചരണത്തിൽ നീരാടി എന്നൊക്കെ പറയുന്ന സമയത്ത് കറക്റ്റായിട്ട് ടച്ച് ചെയ്യാത്ത മാതിരി തോന്നി. അവിടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്താൽ നന്നായിരിക്കും. പക്ഷെ ആ കറക്റ്റ് ഗ്രൂവിൽ തന്നെ മോള് പാടി നന്നായിരുന്നു. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി മോൾ പാടിയത്. താങ്ക് യു. ഓക്കെ, ഗുഡ് ലക്ക്. താങ്ക് യു. നന്നായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത് താങ്ക് യു കേട്ടോ. ഇതൊന്നും കേട്ട് വീണു പോലെ. ഒരാൾ വേറെ ബാക്കി സ്ഥലമാണല്ലോ. സ്നേഹം ഇങ്ങോട്ട് മാത്രം. പക്ഷെ എനിക്ക് തിരുവനന്തപുരം വളരെ ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോ? അമൃതക്കുട്ടി എനിക്ക് ഇഷ്ടമാണ്, ആ പിന്നെ കുഴപ്പമില്ലല്ലോ. ത്രൂ ഔട്ട് ദ സോങ് ചിരിച്ച് പാടി. അതെ, നല്ല എപ്പോഴും അതങ്ങനെയാണ്. എപ്പോഴും നമ്മുടെ Pleasant. അമൃതക്കുട്ടി എപ്പോഴും ചിരിച്ചോണ്ട് നല്ല കൂളായിട്ടാ പാടുക. ഇന്ന് എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചില സ്ഥലങ്ങളൊക്കെ കുറച്ചും കൂടി ഫീൽ, അതിൻ്റെതായിട്ടുള്ള ഒരു ഫീൽ വന്നാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. സെക്കൻഡ് ടൈമിൽ തൂമഞ്ഞിൻ അത് കുറച്ചും കൂടി ഒന്ന് എത്തണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ചരണത്തിൽ ഇപ്പൊ ഉണ്ണിയങ്കിള് പറഞ്ഞില്ലേ, നീരാടി 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 അന്ന് പാടി തീരങ്ങൾ അവിടുന്ന് പാടി തീരങ്ങൾ കുമ്മ കൊടുക്കും നീല തിരമാലകളിൽ നീരാടി പോരും. ഇപ്പൊ ഓക്കെ, കറക്റ്റായി. ഇപ്പൊ കറക്റ്റായി. ടേക്കിൽ അത് നീ അങ്ങോട്ട് കറക്റ്റ് എത്തിയില്ല മുകളിലേക്ക് കേട്ടോ. അതുപോലെ തന്നെ താളത്തിലും അതുപോലെ കുറച്ച് അപ്പൊ ഇതേ ഉള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മിടുക്കിയാണ്, നല്ല ശബ്ദമാണ്, നല്ല നല്ല പ്ലസന്റ് ആയിട്ട് പാടി. താങ്ക് യു. കാണുമ്പോഴും അങ്ങനെയാണല്ലോ. നന്നായിരുന്നു. ഓക്കെ, MJ അങ്കിൾ രസം ഇഷ്ടമാണോ? രസം ഇഷ്ടമാണ്. ആണോ? വീട്ടിലുണ്ടാകാറുണ്ടോ? വീട്ടിലുണ്ടാക്കും, ഞാൻ കയ്യിൽ ഒഴിച്ച് കുടിക്കും. രസവും മോരും കൂടി ഒഴിച്ച് കുടിക്കാൻ, കലക്കിയിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് എനിക്ക് ഇഷ്ടം ആണല്ലേ. യെസ്. ഇവിടെ വേറൊരാളുണ്ട്, പച്ചമുളക് കടിച്ചു ചെയ്യുന്ന ആള്. മധുവങ്ങളോ? ആ, പച്ചമുളക്. കാര്യത്തിൽ മാത്രം എനിക്ക് ഒരു യോജിപ്പും ഇല്ല. പച്ചമുളക് മറ്റേ ചുവന്ന മുളകെല്ലാം കടിച്ച് തിന്നും. എക്കള് വരുന്നത്. ആ രസം ഉണ്ടല്ലോ. ഈ പാട്ടിൽ ഞാനിങ്ങനെ ആ പല്ലവി തുടങ്ങിയപ്പോഴത്തേക്കും ഈ രസം എവിടെ നമുക്ക് ഇങ്ങനെ എടുത്ത് കുടിക്കാൻ പറ്റുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത്. ആ സംഗീതത്തിന്റെ രസം അത് അനുപല്ലവിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു തുടക്കം അവിടുന്ന് തൂമഞ്ഞിന്ന് ഇങ്ങനെ ഓപ്പൺ അപ്പ് ചെയ്ത് വന്നില്ലേ, അവിടെയാണ് എനിക്ക് ആദ്യം ഒരു രസം തോന്നി. രണ്ടാമത്തെ തൂമഞ്ഞിൻ വന്നപ്പോഴത്തേക്കും അവിടെ ഈ മുളക് കടിച്ചു. മുളകല്ല, കറിവേപ്പില. അത് കടിച്ചു, മുളക് കടിച്ചുള്ള സ്ഥിതി എന്താ? എരിയും. എരിയും. അപ്പൊ അങ്ങനെ ഒരു എരിവുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഒരു സംഗതി പൂഞ്ചോല കരയും അവിടെ കുറച്ചുകൂടെ മോര ഒഴിച്ചപ്പോഴത്തേക്ക് എരിവ് കുറഞ്ഞു. കുഴപ്പമില്ല. പിന്നെയും പല്ലവിയിലേക്ക് വന്നപ്പോ പിന്നെയും രസം വന്നു. അപ്പൊ നമ്മള് കംപ്ലീറ്റ് ഈ പാട്ടൊക്കെ ഭയങ്കര പ്ലസന്റ് ആണ്. മോളുടെ ചിരി പോലെയാണ് ഈ പാട്ട്. വളരെ നാടൻ ശീലാണ്. ജോൺ സേട്ടനെ അതിനകത്ത് കാണാൻ പറ്റും. ഫുള്ളായിട്ട് ജോൺ സേട്ടന്റെ ഒരു മൂഡാണ്, സ്റ്റാമ്പാണ്. ഈ ഋതം ജിണ്ടക്ക ജിണ്ടക്ക നമ്മൾ എപ്പോഴും ഓർത്തോണം കേട്ടോ. ജിണ്ടക്ക 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 ഭയങ്കര രസമാണ്. ഈ പാട്ടിനെ ഇങ്ങനെ നമ്മൾ കുതിരപ്പുറത്തിരുന്ന പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോ ഫസ്റ്റ് പല്ലവി പാടുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കൂളായിട്ട് പാടിയാൽ നല്ലതാണ്. അവിടെ ഉള്ളിലെവിടെയോ, വെളിയിൽ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെവിടെയോ ഒരു ചെറിയൊരു ടെൻഷന്റെ ഒരു നൊമ്പരം, ഒരു അംശം. പമ്പരമോ നൊമ്പരമോ പറയുന്നത് ശരിയാണോ? എനിക്ക് തോന്നിയില്ല. അത് സത്യം പറയണം. ഉള്ളിലാണ് ഞാൻ പറയുന്നത്. നമ്മള് മാക്സിമം പോസിറ്റീവ് ആവാൻ നമ്മൾ, എന്നാലും എന്തോ ഈ പാട്ടിനെ പറ്റി സാധാരണ സുപ്രഭാതം വരുമ്പോഴുണ്ടാവുന്ന കോൺഫിഡൻസിന്റെ ഒരു ഏരിയയിൽ എവിടെയോ ഒരു ചെറിയൊരു ഗ്രേ ഏരിയ പോലെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. എനിക്ക് തോന്നിയില്ലേ? അങ്ങനെയല്ലേ പറയണ. എനിക്ക് അങ്ങനെ തോന്നി കേട്ടാ. അത് വേണ്ട. അപ്പൊ എനിക്ക് പല്ലവി എനിക്ക് ആഗ്രഹമുള്ളതെന്ന് പറഞ്ഞാൽ ടോട്ടൽ ചിൽ ഔട്ടിൽ പാടാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലും പാടി കഴിഞ്ഞല്ലേ മാർക്ക് തരേണ്ടത് കിട്ടു. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ പഠിക്കും. മാംഗല്യപ്പൂവിലിരിക്കും മാണിക്യത്തുമ്പി വിളിച്ചു പോരൂ നീ വസന്ത കന്യേ തങ്കത്തേരിൽ. അവിടെ ആ തങ്കത്തേരിൽ സംഗതിയൊക്കെ ശ്രദ്ധിച്ചു പാടുന്ന പോലെയുണ്ട്. അത്രയും ശ്രദ്ധിക്കണ്ട. അതാണ് പറയാ, ഒരു അശ്രദ്ധയോടെ പാടും. ഒരു ഫ്ലോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. അശ്രദ്ധയോടെ പാടുന്നു, അലക്ഷ്യമായിട്ട് പാടും.
വിളിച്ചു പോരൂ നീ വസന്ത കന്യേ തങ്കത്തേരിൽ മുത്തോലത്തോരണമിട്ടു മുറ്റം നീളേ മുറ്റം നീളേ. ഇതിപ്പോ എന്താ വെച്ചാ പണ്ടൊരു സെയിങ് ഉണ്ടേ, അതായത് ഒന്നുകിൽ കുറുപ്പിന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിയുടെ പുറത്ത്. ആശാന്റെ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. അത് രണ്ട് രീതിയിലും പറയാറുണ്ട്. അപ്പൊ പക്ഷെ ഇതിന് നടുക്ക് നിക്കണം, അതാണ് പ്രശ്നം. ഇപ്പൊ മൊത്തം അലക്ഷ്യമായി പോയി. ലക്ഷ്യബോധം വേണം, പക്ഷെ അലക്ഷ്യമായി പാടണം. അതാണ് അതിന്റെ ബെസ്റ്റ് ഡെഫിനേഷൻ എന്നാണ്. അത് നോക്കണേ കേട്ടോ. നോക്കൂ സുപ്രഭാതം. ഓക്കെ, വെരി ഗുഡ്. So Suprabhatham going to be awarded 97.5 on 100 today. Thank you. സുപ്രഭാതം, all the very best. Thank you. Bye Bye. ബൈ ബൈ. പൂവന്തി കുളിരും കാറ്റും പൂവള്ളി കുളിരും തേടി. ഗുഡ് ഈവനിങ് സർ. ഇതാരാ മൈഥിലി കുട്ടിയോ? ഭയങ്കര കളർഫുൾ ആണല്ലോ ഡ്രസ്സൊക്കെ, മാച്ചിങ് ആണല്ലോ. അതെ, മാച്ചിങ്. കൂടെ കുറെ സന്യാസിനിമാരുണ്ടല്ലോ, ഇതൊക്കെ ആരാ? അതൊക്കെ എന്റെ ചേച്ചിയും കൂട്ടുകാരൊക്കെ. അപ്പൊ ഒന്ന് നമ്മുടെ വേദി ഒരു ഭജന മണ്ഡപമാക്കാനുള്ള തീരുമാനമാണ്. ആ ഓക്കെ, അപ്പൊ എന്തായാലും കൊള്ളാം, കലക്കി. ഓൾ ദി ബെസ്റ്റ്. പാമഗ മഗ മഗരീസ പാമഗ മഗ നീദ പാമ പാ പാമഗ മനീദ പാമ പാ പാമഗ മഗ മഗരീസ പാമഗ മഗ मुकुंद हरे गोपालक पाहि मुकुंद हरे नावा मुकुंद हरे गोपालक पाहि मुकुंद हरे वरदायक यदु नंदन सुंदर नावा मुकुंद हरे गोपालक पाहि मुकुंद हरे वरदायक यदु नंदन सुंदर नावा मुकुंद हरे गोपालक पाहि मुकुंद हरे കനകതരംഗ
വെരി ഗുഡ് വെരി ഗുഡ് മോളെ, വെരി ഗുഡ്. താങ്ക് യു. നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ഭക്തിയുടെ ഏറ്റവും സുന്ദരങ്ങളായിട്ടുള്ള നിമിഷങ്ങൾ പകർന്നു തരുന്നതാണ് നന്ദഗോവിന്ദ് ഭജൻ കണക്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ പാട്ട്. നവീനും സംഘവും അവരുടെ എവിടെയാണെങ്കിലും അവരെ കാണാനായിട്ട് എത്ര ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നന്ദഗോവിന്ദ് ഭജൻ കണക്റ്റിനെ ഓർമ്മ വന്നു. ഇപ്പൊ കുഞ്ഞാറ്റ പാടിയിരിക്കുന്ന ഈ സിനിമയിൽ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമയിൽ അവരും പാടിയിട്ടുണ്ട്. അപ്പൊ ഇത് മൈഥിലി ഭജൻ കണക്റ്റ് ആണ്. നല്ലൊരു വിഷ്വൽ പ്രസന്റേഷൻ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. വളരെയധികം ഒരു ഭക്തി സാന്ദ്രമായ, ഭക്തിയുടെ ലയമുള്ള, അതിന്റെ താളമുള്ള, അതിന്റെ നന്മയുള്ള, അതിന്റെ സമാധാനമുള്ള ഒരു Yes. സമാധാന സംഗീതം എനിക്ക് കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് മൈഥിലി കുഞ്ഞിന്. താങ്ക് യു. കൂടെ മൈഥിലിയെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ സഹോദരിമാർക്ക് എല്ലാവർക്കും ഒരു ബിഗ് സലാം താങ്ക് യു. കേട്ടോ. അത് പുല്ലാങ്കുഴലാണെങ്കിലും അല്ലെങ്കിൽ തബലയാണെങ്കിലും എന്താണെങ്കിലും അവിടെ വീണ വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു തുടക്കം തൊട്ട് അവസാനം വരെ. അതിന് ഒരു വിരാമം പോയിട്ട് അർത്ഥവിരാമം പോലും ഇല്ല. പിന്നെ തമ്പുരു ഫുള്ളായിട്ട് പോയേ പറ്റൂ. പിന്നെ അതെ. ഗഞ്ചിറ വായിക്കുന്ന സഹോദരി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗഞ്ചിറയെ അത് വേദനിക്കല്ലേ, ഗഞ്ചിറയ്ക്ക് പാവമല്ലേ? വേദനിക്കല്ലേ, പാവമല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ തടവുന്നുണ്ടായിരുന്നു. അതും നല്ല വിഷ്വലി ഇതൊക്കെ ഭയങ്കര രസമായിരുന്നു. നിങ്ങളെല്ലാവരും കൂടെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും കൂടെയാണ് ഈ നമ്മുടെ മൈഥിലി കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു വിഷ്വൽ ട്രീറ്റും കൂടെ ആക്കി തന്നത് എന്നുള്ളതാണ്. അതിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൈയടി തരേണ്ടത്. തീർച്ചയായിട്ടും എന്റെ മോളും കൂടെ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും മൂഡ് കുറച്ചും കൂടെ എലിവേറ്റഡ് ആയി തോന്നുന്നു കേട്ടോ, വേറെ മാതിരി അയ്യോ താങ്ക് യു. കേട്ടോ. പിന്നെ മൈഥിലി കുഞ്ഞെ, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കുറച്ചും കൂടെ റിതമിക് ഒരു രീതിയിൽ ഇത് പാടിയ കുറച്ചും കൂടെ ഒരു ജൂബിലേഷൻ വരുന്ന ഇത് എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷമല്ലേ ഇത്. നാവാമുകുന്ദ ഹരേ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ കൃഷ്ണ സങ്കല്പത്തിലെ ഒരു ജൂബിലേഷനാണ്. എവിടെയോ ഒരു ചെറിയ സങ്കടം തളം കെട്ടി കിടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. മൈഥിലി കുഞ്ഞിന്റെ കണ്ണുകൾ അത് കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നും കുറച്ച് സങ്കടം ഉണ്ടെന്ന് തോന്നും. എപ്പോഴും എല്ലാ ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ഒരു ശാന്തതയാ. ആ. ശാന്തമായിട്ടുള്ളൊരു അതാണ്. ഒരു കണ്ണുകൾ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഭക്തിയിൽ വരുമ്പോഴത്തേക്കും ആ കണ്ണുകൾ വരുമ്പോഴത്തേക്കും അത് ഡിറ്റാച്ച്മെന്റ് പോലെയാണ് ഭക്തിയിൽ വരുമ്പോഴത്തേക്കും. ഇതൊക്കെ എന്റെ തോന്നലുകളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ജൂബിലിയന്റ് ആയിട്ട് പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി. സ്വരങ്ങൾ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കണം. ഗേ അല്ലേ? ഗ എന്നുള്ളത് ആ. ഗേ എന്ന് പറഞ്ഞു. അകാരാണ് കേട്ടോ. ഞാനും നോട്ട് ചെയ്തത്. അകാരം. അപ്പൊ സ അകാരാണ്, ഗ അകാരാണ്, മ പ ദ ഇതെല്ലാം അകാരാണ്. പിന്നെ രീയും നീ എന്ന് പറയണത് ഈ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകില്ലേ, അപ്പൊ അവര് ഈ എന്ന് പറയില്ലേ, ഈ എന്ന് കാണിക്കും എന്ന് പറയില്ലേ, അതുപോലെയാണ് രീയും നീയും വരണ. അപ്പൊ നമ്മൾ സ ഗ മ. അപ്പൊ പമഗ മഗ എന്ന് പാടിക്കഴിഞ്ഞാൽ അതല്ല ഗമഗ എന്ന് പാടാൻ പാടില്ല. എനിക്ക് അങ്ങനെ കേട്ടത് പമഗ പമഗ മഗ ഗമഗ മഗ സ പമഗ മഗ. അതാണ് ആ അകാരം തന്നെ വരണം. ഈ സായ്ക്ക് ഷഡ്ജം എന്ന് പറയില്ലേ, എങ്ങനെയാണ് ഈ ഷഡ്ജം എന്നുള്ള പേര് കിട്ടുന്നത്? അതറിയില്ല. അതെന്താ വെച്ചാൽ സംസ്കൃതത്തിൽ ഷട്ട് എന്ന് പറഞ്ഞാൽ ആറെന്നർത്ഥം, ജം എന്ന് പറഞ്ഞാൽ ജനിപ്പിച്ചെന്ന് അർത്ഥം. 6 സ്വരങ്ങളെ ജനിപ്പിക്കുന്ന അച്ഛനും അമ്മയും ആരാണോ അതാണ് ഷഡ്ജം സ. ഏതൊക്കെ സ്വരങ്ങളാണ് ജനിപ്പിക്കുന്നത്? രീ ഗ മ പ ദ നീ. അതാണ് 6 സ്വരങ്ങൾ. മനസ്സിലായോ? അപ്പൊ റിഗമ പദനി എന്നുള്ള 6 സ്വരങ്ങളെ ആര് ജനിപ്പിക്കുന്നോ അതാണ് ഷഡ്ജം. ഒരുപാട് പേര് മിമിക്കുന്ന കാണാം ഷഡ്ജം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അതിനെ മോശമായ രീതിയിൽ. വേറൊരു രീതിയിൽ. പക്ഷെ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു വളരെ സത്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സംഗീതത്തിന്, നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിന് ആധാരം ആ ഷഡ്ജമാണ്. അതുകൊണ്ടാണ് ആധാര ഷഡ്ജം എന്ന് പറയുന്നത്. എവിടെയാണോ സ അതനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് ആണ് റിഗമ പദനി വരുന്നത് അല്ലേ? അതെ. ഇപ്പൊ സ ഗമ പ വരുന്നു, സ ഗമ പ സ ഗ സ ഗമ പ. അതെ, ഓരോന്നിനും ആ ഗമപ്പ മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ സ ഇല്ലെങ്കിൽ ഈ ഗമപ്പ എല്ലാം വേറെ വേറെയാണ്. അപ്പൊ ഏത് ശ്രുതിയാണോ അതിന് ആധാര ഷഡ്ജത്തിന് റെപ്രസെന്റ് ചെയ്താണ് മറ്റ് സ്വരങ്ങൾ. ഞാൻ ഇതൊരു സ്വദാഹരണ പ്രഭാഷണമായിട്ട് മാറുന്നുണ്ട്, അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഞാൻ ബേസിക്കലി പറയാൻ വന്നത് ഈ സ ഗ അതെല്ലാം അകാരായിട്ട് പാടണം. അപ്പൊ അകാരായിട്ടൊന്ന് പാടി കേൾപ്പിച്ചു.
പാമഗ മഗ മഗരി സ പാമഗ മഗ ഗ വന്നു ഗാ ഗ ആ ശ്രുതിയും ചേരണേ. നീത പാമ പാ പാമഗ മനീത പാമ പാ ആ ആകാരമായിട്ട് പാടണം, അതാണ് ഇമ്പോർട്ടന്റ്. മുകുന്ദ ഹരേ ആ സംഗതിയാണ്. പാടു. നവമുകുന്ദ ഹരേ നവമുകുന്ദ ഹരേ. പിന്നെ കനക തരംഗിത യമുനാ തീരെ നിർത്തുമ്പോഴത്തേക്കും സസ്റ്റൈനില് സാ ആധാര ഷഡ്ജം ചേരണം. അതുപോലെ തന്നെ മധുരം ഗായതി ഹൃദയ വിഹാരി അവിടെയും ശ്രുതി ചേരാനുണ്ട്. അപ്പൊ അങ്ങനെ അതുപോലെ മധുരം എന്ന് പാടി മധുരം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പക്ഷെ ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു, അതാണ്. പിന്നെ ഒരുപാട് സമാധാനം തന്നു. അപ്പൊ മൈഥിലി ഭജൻ കണക്ട് മുന്നോട്ട് പോട്ടെ. മൈഥിലി കുട്ടി, എന്തോ ഭജന സംഘം തുടങ്ങാനുള്ള വല്ല പ്ലാനുണ്ടോ? ഇല്ല, ഇല്ലല്ലോ? ഞാനൊന്നും ഇല്ല. ഭാവിയിലുണ്ടാവട്ടെ, അതൊരു ട്രെൻഡല്ലേ. ഓക്കെ, ഇപ്പൊ ഇഷ്ടംപോലെ ഭജന സംഘങ്ങൾ വരുന്നുണ്ട്. കുറെ ആൾക്കാർക്ക് ഞാൻ വീഡിയോ വിഷ്വൽസ് അയച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ എന്തായാലും മൈഥിലി കുട്ടിയും സംഘവും നല്ലൊരു ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചു. അതുപോലെ തന്നെ 12K വിസ്താരയുടെ ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇന്ന് പാടുമ്പോൾ അല്ലേ ഒരു പ്രത്യേകത, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പാടണം കാണാനായിട്ട്. അവ എന്തായാലും വളരെ ഭംഗിയായിട്ട് പാടിയുള്ള കാര്യങ്ങൾ മുഴുവൻ MJ അങ്കിൾ പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ എനിക്കും തോന്നിയത്. പാടിയതെല്ലാം വളരെ മനോഹരമായിട്ട് പാടി. ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു, അത് പറഞ്ഞു MJ അങ്കിൾ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് MJ അങ്കിളിന്റെ കണ്ണില് സങ്കടമാണ് തോന്നിയത്. പാട്ടിലും എനിക്ക് ആ കണ്ണിലൊരു ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിലേതാ ശരി? എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നാറില്ല. ശാന്തതയും തോന്നണില്ല, ദുഃഖവും തോന്നണില്ല. ഓക്കെ, അപ്പൊ എന്തായാലും കണ്ണുകൾ പൊതുവെ അങ്ങനെയാണ്, അങ്ങനൊരു ഭാവമുണ്ട്. പാവാന്ന് തോന്നുന്നു അല്ലേ? ആണോ? അങ്ങോട്ട് നോക്കണ്ട. അമ്മേനെ പാവാണോ? ആള് പാവാണോ? ആരോട് ചോദിക്കണ്ടേ? അനിത്യമാരത്ത് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അവർക്ക് അമ്മ പോലെയാണല്ലേ കുഞ്ഞുങ്ങൾക്ക്. ചേച്ചി അമ്മയാണ്. ചേച്ചി ആ, അമ്മയാണ്. കുറച്ച് മെച്യൂരിറ്റി ഉണ്ട് അതെ അല്ലേ? അവരൊക്കെ ആരാ അനിയത്തി. അനിയത്തിയൊക്കെ കാര്യമായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ നല്ല മെച്യൂർഡ് ആണെന്ന് അർത്ഥം. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തായാലും പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ മധുരം അത് ഒന്ന് അതിന്റെ അക്ഷരം കൂടെ ഉള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തു. അപ്പൊ സപ്പോർട്ട് ആരൊക്കെയാണ്? ഇതൊക്കെ ആരൊക്കെയാ? പരിചയമുള്ളവരാണോ? ആരൊക്കെയാ അത്? ഇതെന്റെ ചേച്ചിയാ. ഞാൻ ഒരു Cousin എപ്പിസോഡിൽ sister. പറഞ്ഞില്ലേ ആ, മറ്റേ സ്വർണ്ണമാമ്മയുടെ കാര്യം. സ്വർണ്ണം മാമ. ആ, സ്വർണ്ണമാമ്മയുടെ കൊച്ചുമോളാണിത്. ഇതല്ലേ? പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഈ ചേച്ചിയുടെ ആ ഫ്രണ്ട്സ്. റോപ്പ് വെൽ പേരെന്താ? അത് വേറെ. വേറെയാണ്, അത് അത് വേറെ. വേറെ ചേച്ചി. ഓക്കെ, ഇത് ബാക്കിയെല്ലാം ബാക്കിയുള്ളവര്? ബാക്കിയുള്ള ചേച്ചിയുടെ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് ആണ്. ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണ് കൂടെ ഒരു വന്നിരിക്കുന്നത്. കൈകൊട്ടിക്കളി ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. ആണോ? അപ്പൊ അങ്ങനെ വിളിച്ചോണ്ട് വന്നു. കൈകൊട്ടിക്കളി ഗ്രൂപ്പിൽ നിന്നാണ് ഈ ഭജന സംഘത്തിലേക്ക് ഭജന സംഘത്തിന് കിട്ടിയത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പേരും ചോദിച്ചാലോ എല്ലാവരുടെയും? എല്ലാവരുടെയും പേരൊന്നും? അതെ, അനന്യ രജീഷ്, അനന്യ രജീഷ്. ഓക്കെ, ചേച്ചിയുടെ ചേച്ചിയുടെ പേര് ദേവിക, ദേവിക, അർപ്പിത, അർപ്പിത, പിന്നെ ഹർഷിത, ഹർഷിത. ആ ഉള്ളോ? ഹർഷിത. ഹർഷിത, ഓക്കെ. ഹൃദ്യ, ഹൃദ്യ. വളരെ ഹൃദ്യമായിരുന്നു എല്ലാവരുടെയും. അതെ അതെ. ഓക്കെ, യെസ് മൈഥിലി കുട്ടി. എന്തോ മീനുട്ടി, എന്തോ ഞാൻ ശരിക്കും ഫ്ലവേഴ്സിലായിരിക്കുക എന്നുള്ളത് മറന്നു. ഞാനും കുറച്ചു നേരത്തേക്ക് മറക്കുന്നുണ്ടോന്നൊരു വേറെ സംശയം. ഏതൊരു ആശ്രമത്തിലിരിക്കുന്ന ഒരു ശരിക്കും നല്ലൊരു ആശ്രമത്തിന്റെ ചുറ്റുപാട്. ആ പക്ഷെ ആ മൂഡ് പാട്ടിലും കൊണ്ടുവന്നു കേട്ടോ മൈഥിലി. നല്ലൊരു ശാന്തത ഉണ്ടായിരുന്നു, ഒരു സമാധാനം ഉണ്ടായിരുന്നു, കണ്ണിലൊരു കരുണ ഉണ്ടായിരുന്നു. ഇപ്പൊ കരുണയാണോ തോന്നിയത്? എനിക്ക് ശാന്തത ഇവിടെ. സത്യം. ഇതെല്ലാം ഈ കരുണ ഭാവം വരുമ്പോഴത്തേക്കും അത് ചില സമയത്ത് നമുക്ക് ഒരു സങ്കടമായിട്ട് അതെ അതെ അതെ, ശരിയാ. പീസും തോന്നും. ഇതെല്ലാം പാടുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു. വളരെ ഒരു നന്നായിരുന്നു മോളെ. ഐ റിയലി എൻജോയ്. ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തു, പാട്ടിലും അത് ക്രിയേറ്റ് ചെയ്തു. പിന്നെ MJ ഒക്കെ പറഞ്ഞ മാതിരി ആ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. എസ്പെഷ്യലി ഡിക്ഷൻ. പിന്നെ ഗ എന്ന് പാടരുത്, ഗ. അതെപ്പോഴും ശ്രദ്ധിക്കണേ. അത് പലരും ചെയ്യുന്ന തെറ്റാണ്, അത് നമ്മൾ ആവർത്തിക്കുന്നതാണ്. പക്ഷെ അത് ഗ എന്ന് തന്നെ വന്നാൽ കുറച്ചും കൂടി ബ്യൂട്ടി ആയിരിക്കും. പാട്ട് വൈസ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു, അറ്റ്മോസ്ഫിയറും എല്ലാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഇത് പാടിയിരിക്കുന്ന ദീപാങ്കുരനും അതുപോലെ തന്നെ മഞ്ജു മേനോനും ചേർന്നാണ് അല്ലേ? ദീപാങ്കുരൻ കൈപ്രസ് സാറിന്റെ മകനാണ്, എന്റെ പ്രിയപ്പെട്ട അനിയനാണ്, നല്ലൊരു കമ്പോസറാണ്, അതെ, നല്ലൊരു പാട്ടുകാരനാണ്. അപ്പൊ ദീപാങ്കുരൻ ഒരു വലിയ ഹായ്. ഹായ് ദീപു. അതുപോലെ തന്നെ മഞ്ജു എനിക്ക് വേണ്ടി പാട്ടുകൾ പാടിയിട്ടുണ്ട്. മഞ്ജുവിനും ഒരു ഹായ്. ഹായ് മഞ്ജു. അപ്പൊ നമുക്ക് മാർക്കിലേക്ക് കിടക്കല്ലേ? അപ്പോ ഇന്നത്തെ ഭജന സംഘത്തിന് കിട്ടിയിരിക്കുന്ന മാർക്ക് 97.5 ഔട്ട് ഓഫ് 100. യെസ്. മൈഥിലി കൂട്ടാ,
പുതിയ പുതിയ പരിപാടികളൊക്കെ ആയിട്ട് ഇനിയും വരണം എല്ലാവരും കേട്ടോ. താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. മീനു കടി ഇവിടുന്ന് എഴുന്നേക്കണല്ലോ അല്ലേ? മീനു കടി എന്തോ ആ വീണെന്ന് നോക്കട്ടെ. ഇത് തമ്പുരു വീണയാണെന്നോ? നമുക്ക് ഇഷ്ടമുള്ളത് വിളിക്കാം ഇതിന്. ഇതെനിക്ക് സമ്മാനിക്കുന്നതാണോ? അതെ, പ്രിയപ്പെട്ട MJ അങ്കിളിന് തമ്പുരു പോലിരിക്കുന്ന ഒരു വീണ. വീണ പോലിരിക്കുന്ന തമ്പുരു. അതെ, ഇത് തമ്പുരു പോലിരിക്കുന്ന വീണ. അങ്ങനെ വായം കൊണ്ട് വെക്കാം. ഇതിവിടെ വെച്ച വേണമെങ്കിൽ സൈഡിലൊരു ഷോയ്ക്ക്. ഒരു ഷോയ്ക്ക് എവിടെ ഇരുന്നു? അതെ. ഇത് തമ്പുരു ആയിട്ട് ഉപയോഗിക്കാം, വേണമെങ്കിൽ ഗിറ്റാറായിട്ട് വായം കൊണ്ട് എന്തിന്റെ ഒച്ച വേണേ വെക്കാതെ. താങ്ക് യുടാ, ബൈ. ഇനി വരാൻ പോകുന്നത് ഒരു ഡ്യുവറ്റ് പെർഫോമൻസ് ആണ്. ഇതില് ഇപ്പൊ എത്താൻ പോകുന്നത് നമ്മുടെ സീസൺ 2 എല്ലാ സീസണിലും നമുക്കൊരു റോക്ക് സ്റ്റാർ ഉണ്ടാവും. അങ്ങനെ സീസൺ 2 നമ്മുടെ റോക്ക് സ്റ്റാർ ആയിട്ടുള്ള വൈഗ കുട്ടിയാണ്. വൈഗ ലക്ഷ്മി. പിന്നെ അലമേലു. അതെ, നമ്മുടെ അമ്പലപ്പുഴ അലമേലുവും പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ റോക്ക് സ്റ്റാർ നമ്മുടെ റിയാൻ കുട്ടനുമാണ് എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം റിയാൻ കുട്ടൻ ആൻഡ് അലമേലു ഓൺ സ്റ്റേജ്. എന്തോ സാർ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണ് സാറേ. ആണാ? ആ ഇന്ന് രണ്ടുപേരും സ്കൂൾ യൂണിഫോമിലാണല്ലോ. ആ അതെന്താ? അത് ഈ പാട്ട് അങ്ങനെ ഏത് പാട്ട്? ഓലിഞ്ഞൊലിക്കുരുവി. അതാണ്, വെറുതെ അല്ല. അതാണ് നമ്മൾ കേൾക്കാൻ അതാണ് ഈ സ്കൂൾ യൂണിഫോമിൽ വന്നിരിക്കുന്നത് അല്ലേ? ഒരാളിവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇവിടെ വന്നിട്ടുണ്ടോ? ആര്? അമ്പലപ്പുഴ അലമ്പേലു. നീ വരുമ്പോ അമ്പലപ്പുഴ അലമ്പേലു അല്ല, അതാണ് ചേരുന്നത് സത്യത്തിൽ. അലമേലു, എവിടെ പായസം? അമ്പലപ്പുഴ പായസം എവിടെ? ഞാൻ പറയട്ടെ, ഗ്രൂമിംഗ് ഉള്ളതുകൊണ്ട് 2 ദിവസം നേരത്തെ വരുമല്ലോ, അപ്പൊ പായസം ചീഞ്ഞു പോകത്തില്ല, അതുകൊണ്ടാവുണ്ട്. പായസം ചീഞ്ഞു വയസ്സ് ചീഞ്ഞു അങ്ങനെ പറ. പായസം ചീഞ്ഞു വന്ന് ആദ്യമായിട്ട് ഞാനും അതെ. പഴം ചീഞ്ഞു വന്ന് കേട്ടിട്ടുണ്ട്. അതെ, പായസം ചീത്തയാവും. അത് തന്നെ. അത് തന്നെ. ആരാ വന്നേന്നറിയോ? ആരാ വന്നേ? എന്റെ അമ്മയുടെ അമ്മ ശ്രീമതി അമ്മമ്മ മഹിജ എന്ന് പറഞ്ഞിട്ടൊരു ആന്റി വന്നിട്ടുണ്ട്. പിന്നെ ആന്റിയുടെ ഹസ്ബൻഡ് രജി അങ്കിള് വന്നിട്ടുണ്ട്. അവര് രണ്ടുപേരൊക്കെ മുടങ്ങാതെ എന്റെ എപ്പിസോഡ് കാണുന്നതെന്നാ പറഞ്ഞു. വെരി ഗുഡ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടോപ്പ് സിംഗർ സീസൺ 6. അപ്പൊ റിയാൻകുട്ടാ, എന്തോ ഇവിടെ വലിയ വിശേഷമുണ്ട് കേട്ടോ. ഏ ഈ അലമയിലും നമുക്ക് പായസം കൊണ്ടുവന്നില്ല അല്ലെ? പക്ഷേ നമുക്ക് വിഷു ദിനത്തിൽ നമ്മുടെ എപ്പിസോഡിൽ ഇവിടെ ധാരാളമായിട്ട് അമ്പലപ്പുഴ പാൽപ്പായസം വരാൻ പോവാണ്. അലമേലു തന്നില്ലെങ്കിലും ഇവിടെ പാൽപ്പായസം വരും. അലമേലിന് മാത്രം കൊടുക്കണ്ട, കൊടുക്കരുത്. അപ്പൊ റിയാൻകുട്ടാ, എന്തോ സാർ, നമുക്ക് ഒന്നിച്ച് പായസം കഴിക്കാട്ടാ. ഓക്കെ സാർ. ഓക്കെ, ഡീറ്റെയിൽസ്. സിനിമ 1983, വർഷം 2014. പാടിയത് PJ ചന്ദ്രൻ സാറും വാണിയമ്മയും. മ്യൂസിക് ഗോപി സുന്ദർ സാർ. ലിറിക്സ് BK ഹരിനാരായണൻ സാർ. എല്ലാം കറക്റ്റ്. അപ്പൊ പാട്ട് ഏതാണെന്ന് പിടികിട്ടിയോ പ്രേക്ഷകരെ? എനിക്ക് ഈ ചില സമയത്ത് ഇങ്ങനെയാ, എന്തെങ്കിലും തെറ്റിപ്പോ. ആണല്ലേ? അതൊക്കെ സ്വാഭാവികമല്ലേ, എല്ലാവർക്കും പറ്റും. റിയാൻകുട്ടന് ചിലപ്പോഴല്ലേ തെറ്റൂ, എനിക്ക് എപ്പോഴും തെറ്റാറുണ്ട്. അപ്പൊ പാടിക്കോട്ടാ. സാറേ, ഞാൻ ഈ ഇതൈറ്റം വേറെ പരിപാടി കാണാറുണ്ട്. അപ്പൊ അതിങ്ങനെ ആലോചിച്ചപ്പോഴേക്ക് എന്റെ മനസ്സിലൊരു കോമഡി നാടകാവിഷ്കാരം വന്നു. അത് പാടിക്കഴിഞ്ഞിട്ട് പറഞ്ഞാ പോയി. പാടിക്കഴിഞ്ഞിട്ട് അവതരിപ്പിക്കൂ. താങ്ക് യു സാർ. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പേലി മെല്ലെ തഴുകി, ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ, കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പേലി മെല്ലെ തഴുകി, നറുചിരി 4 മണിപ്പൂവ് പോൽ വിരിഞ്ഞുവോ, ചെറുമഷി കണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ, മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും ഓലഞ്ഞാലിക്കുരുവി ഇളം കാ
തഴുകി ചെറുവയൽ കിളികളായി അലയുവാൻ പൂന്തേ മൊഴികളാൽ കുറുമണി കുയിലുപോൽ കുറുകുവാൻ കളിച്ചിരിയുടെ വിരലാൽ തൊടുകുറിയിടുമഴകായി ചെറുകൊലുസിന്റെ കിലുകിലുക്കത്തിൻ താളം മനസ്സിൽ നിറയും മൂലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ കൂട്ടുകൂടി കിളുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി നറുചിരി നാലുമണി പൂവ് പോൽ വിരിഞ്ഞുവോ ചെറുമഷി കണ്ടു നീട്ടി വന്നടുത്തു നിന്നുവോ മണിമധുരം നുണയും കനവിൻ മഴയിലോ നനയും പൂലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരു നീ കൂട്ടുകൂടി കിണുങ്ങി മിഴിപ്പീലി മെല്ലെ തഴുകി സൂപ്പർ സൂപ്പർ. താങ്ക് യു സാർ. രേവട്ടു, എന്തോ സാർ? ഓ ഇവിടെ ഇരിക്കാൻ പറ്റില്ലേടാ, ഉടനെ എണിച്ചങ്ങ് കൈയടിക്കല്ലേ. ആ എന്റെ അമ്മമ്മ പറഞ്ഞായിരുന്നേ, ആ. അമ്മമ്മ വരുമ്പോ ഒരു 100 ഒക്കെ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, നേരിട്ട് മധുരമഴ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ മാക്സിമം ഫീൽ ഒന്ന് കൊടുക്കാൻ ശ്രമിച്ചു. ശ്രമിച്ചു അല്ലേ? മൊത്തം ഫീലുമായിട്ടാണ് അതെ, പറഞ്ഞത്. താങ്ക് യു സാർ. ഫീൽ മയമായിരുന്നു, ഫീൽ മയം. താങ്ക് യു സാർ. അതുപോലെ ജേട്ടൻ പാടിയിരിക്കുന്നത് അതുപോലെ ഒപ്പിയെടുത്താണ് അതിന്റെ ഭാവം. അതെ 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 അല്ലേ? അതെ ജേട്ടനെ ഭാവഗായകൻ അതെ അതെ എന്നുള്ളത് അല്ലേ? തീർച്ചയായിട്ടും അതെ. അത് ആ ഭാവം എല്ലാം റിയാൻ കുട്ടൻ പാടിയതിൽ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന്റെ ഗ്രേറ്റസ്റ്റ് കാര്യം. താങ്ക് യു സാർ. ജനലടി വഴി പകരും നനുനനയൊരു മധുരം ഒരു കുടയുടെ തണലിലണയും നേരം പൊഴിയും മഴയും ഫസ്റ്റത്തെ ആ. ചെറുമഷി ഒന്ന് പോയി. ആ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുത് ആ, അങ്ങനെ ചില ചെറിയ 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 പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ വരും. അത് വോയിസ് ഒന്ന് ക്രാക്ക് ആയി പോയെന്നല്ലേ ഉള്ളൂ. അതൊന്നും സാരമില്ല. മാത്രമല്ല വൈകക്കുട്ടിയെ എത്ര നാള് കഴിഞ്ഞിട്ടാണ് ഈ ശബ്ദം അതെ കേൾക്കുന്നത്. അതെ അതെ ഇപ്പൊ പഴയ ആളല്ല ഈ ആളല്ല പഴയ ആള്. ഭയങ്കര രസമുണ്ട്. വോയിസ് ഭയങ്കര അതെ. matured ആയി. താങ്ക് യു ആ, സാർ. ഒരു ബേസ് എലിമെന്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഈ പാട്ടിൽ പ്രത്യേകിച്ചും വൈകക്കുട്ടിയുടെ പാട്ട് അതെ, ഒരു യുണീക്ക് വോയിസ് ആയി. യുണീക്ക് വോയിസ് ആണ്. അത് റിയാൻ കുട്ടൻ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കേട്ടോ. താങ്ക് യു സാർ. അല്ലേ കുട്ടാ, കൂടെ പാടിയത് അല്ലേ? അതെ ഡുവറ്റ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ ചേർന്ന് അല്ലേ വരേണ്ടത്? അതെ അതെ, രണ്ടുപേരും രണ്ട് നോർത്ത് പോൾ സൗത്ത് പോൾ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഭംഗി പോവും. ഭംഗി പോവും. ഇത് മൊത്തം ഭംഗിയായിരുന്നു. താങ്ക് യു സാർ. ആഹാ, എനിക്ക് ആ മണിമധുരം അവിടെ ഒരു നോട്ട് വ്യത്യാസം ഉണ്ടല്ലോ, അത് മോൻ പാടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ആ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ. ഒരു ക്രൊമാറ്റിക് നോട്ടാണ്. അതെ അതെ അതെ. ആ ശരിയാ. അത് ശരിയാണ്. എന്റെ സ്വരം ഏതാ? യെസ്, സബാഷ്. താങ്ക് യു സാർ. സാറേ, ആ. ഇപ്പം എന്നോട് സ്വരം പറയാറില്ലേ, ആ. എനിക്ക് പിച്ചും പെട്ടെന്ന് മനസ്സിലാവും ഏതോ പിച്ചെന്ന് പാട്ടിന്റെ. ആണല്ലേ? ആ. ആഹാ. അപ്പൊ ചോദിക്കട്ടെ, ആ ഓലഞ്ഞാലിക്കുരുവി. അതേതാ? ഇത് ജി ഷാർപ്പ്. കറക്റ്റ്. യെസ്, മൈ ഗോഡ്, കൊള്ളാലോ. അപ്പൊ പെർഫെക്റ്റ് പിച്ചും കൂടെ ആയി. ഇനി വേറെ ഒന്നിട്ടെ. ഓലഞ്ഞാലിക്കുരുവി. ഇത്? സി ഷാർപ്പ്. പെർഫെക്റ്റ് പിച്ച്. യെസ്. രേഖോട്ടാ, എന്തോ ഞാൻ ഇവിടെ ഇരിക്കണ പോണാ. ഒരെണ്ണം കൂടി ഇട്ടോ പറയുന്നോട്ടെ. ആഹാ, ഇത്രയ്ക്കാ. ബി. ആണ്. സബാഷ്. അപ്പൊ ഇതായിരിക്കും സി. 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 നാ, ഏ നാ. ആഹാ. എഫ് ഷാർപ്പ്. ആ കറക്റ്റ്.
ഇനി ചോദ്യമില്ല, ഉത്തരവില്ല. സോറി, ഞാൻ തോറ്റ്. ഞങ്ങൾ റിയാൻ കൂടെ ജയിച്ചു. ഞെട്ടിച്ചു. ഫസ്റ്റ് കേട്ടോ. ശരിക്കും ഞെട്ടിയപ്പോഴാ. അതെ അതെ, അതൊരു ഗ്രേറ്റ് ടാലന്റ് ആണ്, അങ്ങനെ പെർഫെക്റ്റ് പിച്ച് കിട്ടുക എന്നുള്ളത്. അത് റിയ കൂടാ, ഇതെങ്ങനെ സംഘടിച്ചു? ഇതൊക്കെ ഞാൻ തന്നെ പഠിച്ചത്. അപ്പോളേ എന്റെ സാറ് പറഞ്ഞു അതൊരു ഗുഡ് ക്വാളിറ്റി എന്നൊക്കെ അതെ, പറഞ്ഞു. നല്ല ക്വാളിറ്റി ആണല്ലോ. ഗുഡ് ക്വാളിറ്റി അല്ല, ഗ്രേറ്റ് ക്വാളിറ്റി. അതെ, ഗ്രേറ്റ്. താങ്ക് യു സാർ. റിയാൻകുട്ടൻ പതുക്കെ ഗുഡിന്ന് ഗ്രേറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ. അതെ, അത് സഭാഷാണേ. താങ്ക് യു സാർ. ഇങ്ങനെ പോയ ഒരു മേസ്ട്രോ ആവും. പിന്നെ പൂന്തേൻ പാടിയില്ലേ? പൂന്തേൻ, അവിടെ ഒരു പൂന്തേൻ ഒഴുകിപ്പോയി. അതെങ്ങനെയായിരുന്നു പാടിയത്? അത് പാടി വരുമോ? വൈക പാടി വരുമോ? ചിറകുമായി ചെറുവയൽ കിളികളായി അലയുവാൻ തേനിലുള്ള അതെ, അതെ, അതെ. അത് കഴിഞ്ഞിട്ടുള്ള സംഗതി ഇപ്പൊ പാടിയതല്ല, അപ്പൊ പാടിയത്. ശരിയാ. ഞാൻ ഓർമ്മയല്ലേ? എനിക്ക് ഫീൽ ചെയ്തു ഇപ്പൊ ക്ലാരിറ്റി കുറഞ്ഞു. അത് തന്നെ, അപ്പൊ പാടിയതല്ല ഇപ്പൊ പാടിയത്. ശരിയാ. അപ്പൊ ഒന്നും കൂടി പാടിയാ ശരിയാവും. ഒന്നുകൂടെ പാടിയോ? ഇതായിരുന്നു വരേണ്ടത്. റിയാൻകുട്ടനോട് ആണോടാ കളി. റിയാൻകുട്ടാ എന്തോ ഭയങ്കര സംഭവമാണ് കേട്ടോ റിയാൻകുട്ടൻ. താങ്ക് യു സാർ. എനിക്ക് വയ്യ. മിസ്റ്റർ റിയാൻ എന്തോ സാർ. ആൻഡ് വൈകക്കുട്ടി എന്തോ രണ്ടുപേരും കലക്കി കേട്ടോ. താങ്ക് യു സാർ. ഉഗ്രനായിരുന്നു. നല്ല ഫീൽ ഉണ്ടായിരുന്നു. നേരത്തെ പറ്റിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചുപോയ ആള് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. വളരെ ഹാപ്പി ആയിട്ട്. ആ ഹാപ്പിനെസ് ഞങ്ങൾക്കും തന്നു, പകർന്നു തന്നു. പാട്ട് പാടി ഞങ്ങൾക്കും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ കുളിര് പോരുന്നുണ്ടായിരുന്നു. ചില സംഗതികളൊക്കെ, ചില കാര്യങ്ങളൊക്കെ പാടുമ്പോ ജയേട്ടൻ പാടിയ പോലെ തന്നെ കറക്റ്റ് അത് അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് പാടി. താങ്ക് യു സാർ. ആ ഫീലും വന്നു. താങ്ക് യു സാർ. ആദ്യത്തെ പല്ലവിയിലെ ചെറുമഷി തണ്ട് സ്വാഭാവിക ആർക്കും വരാവുന്ന. എത്ര വലിയ കൊലോ കൊമ്പനും ഒരു വെള്ളിയൊക്കെ വീഴും അല്ലേ? പിന്നെ അത് വരുന്നതിന് മുമ്പേ പ്രാക്ടീസ് ചെയ്തപ്പോഴും സെയിം അതുപോലെ തന്നെ വെള്ളി വീണു. ആണല്ലേ? അപ്പൊ റിയാൻകുട്ടന്റെ ശബ്ദം മാറി തുടങ്ങിയോ? പുരുഷ ശബ്ദത്തിലേക്ക് മാറി തുടങ്ങിയോ? ഇപ്പൊ തന്നെ ആയ പോലെ ഉണ്ട്. ശരിയാ കുറച്ചൊരു കട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് വോയിസിന്. പിന്നെ പറ്റിയത് മൊഴികളാൽ. അതിപ്പോ പാടിയപ്പോ കറക്റ്റ് ആയി. അത് ക്ലാരിറ്റി പോയായിരുന്നല്ലേ? നോട്ട് മാറി. പൂന്തേ മൊഴിന്ന് പാടി, അതേ നോട്ട് പാടി. മൊഴി അല്ലേ വരേണ്ടത്? അങ്ങനെ പാടിപ്പോയി. അപ്പൊ അത് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയല്ലേ നമ്മളെ റിയാൻകുട്ടൻ. അപ്പൊ എന്തായാലും രണ്ടുപേരും കലക്കി വളരെ ഹാപ്പി ആയി ഞങ്ങള്. റിയാൻകുട്ട, വൈകക്കുട്ടി. യെസ് റിയാൻകുട്ടാ, എന്തോ എന്താണ് വേറെ ലെവലായാലും സിംഗിങ്. പിച്ച്, ഓരോ പിച്ച് ഏതാന്ന് ഗസ് ചെയ്ത് പറയണു, കറക്റ്റ് ആയിട്ട് പറയണു. അത് ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പൊ ആണോ? നമ്മള് സ്വരം പറയില്ലേ, ഇങ്ങനെ ഇടക്കിടക്ക് ചോദിക്കാറില്ലേ? അപ്പൊ അച്ഛൻ പറഞ്ഞ, എടാ നിനക്ക് പിച്ചിന്റെ കഴിവില്ലേ, അതും സ്റ്റേജിൽ ചെന്ന് പറയാന്ന് പറഞ്ഞു. ആണല്ലേ? ബ്യൂട്ടിഫുൾ. അതൊരു വലിയ കഴിവാട്ടാ മോനെ. അതെ, തീർച്ചയായിട്ടും അത് വലിയൊരു ഗംഭീരം. അത് വൈകക്കുട്ടി ഇപ്പൊ ഏത് ക്ലാസ്സിലാ? ഞാനിപ്പോ 10th. നല്ല സ്മൂത്ത് വോയിസ്. അതെ, കേൾക്കാൻ സുഖമുള്ള ഒരു വെറൈറ്റി വോയിസ് അല്ലേ? ബ്യൂട്ടിഫുൾ വോയിസ്. നല്ല സപ്പോർട്ട് ചെയ്തു മോനെ. റിയാൻകുട്ടൻ കുറച്ച് കയ്യിന്നൊക്കെ ഇട്ട് പാടിയോ എന്നൊരു സംശയം എനിക്ക്. ഇടയ്ക്ക് സംഗതി എക്സ്ട്രാ, പക്ഷെ നന്നായിരുന്നു. കയ്യിന്നിട്ടു. അത് എന്റെ ഒരു സാറ് പറഞ്ഞതാ. എന്റെ സാറ് പറഞ്ഞ് നീ ഇപ്പോ കുറച്ച് ഇംപ്രോവൈസ് ചെയ്തൊക്കെ പാടിപ്പോ, പക്ഷെ അത് കച്ചേരി ആയിപ്പോ. ഞാൻ ആദ്യം പാടിപ്പോ അപ്പൊ പെട്ടെന്ന് പിന്നെ സാറ് കറക്റ്റ് ചെയ്ത്. പക്ഷെ അത് നന്നായിരുന്നു, നല്ല മാച്ചിങ് ആയിരുന്നു. അതെ 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 അതെ. റിയാൻകുട്ടൻ ശരിക്കും ഒരു സംഭവമായിട്ട് വരികയാണ് ഇപ്പൊ. അപ്പൊ ആദ്യം ഇവിടുന്ന് പാടാൻ പറ്റാണ്ട് പോയപ്പോഴൊക്കെ ഒരു തീരുമാനം എടുത്തു, ഇനി ഞാൻ വന്നിട്ട് കലക്കുന്നു പറഞ്ഞു. ഗംഭീരമായിട്ട് അതൊരു വല്ലാത്ത ഒരു കമ്പാക്കായി. ദൃഢമായിട്ട് വന്നു ആള്. പിന്നെ മറ്റേ വൈകക്കുട്ടി കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ ഡാൻസ് ചെയ്യാനൊക്കെ നോക്കിട്ട്, അപ്പൊ റിയാൻകുട്ടൻ അടുത്ത ചരണം തുടങ്ങിയിട്ട് ടെൻഷനിലായിരുന്നു. ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞപ്പോ അവനിങ്ങനെ ചോദിച്ചു, ഇത് ഡാൻസ് കളിക്കുന്ന പാട്ട്. അപ്പൊ വൈകക്കുട്ടി മാത്രം കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. റിയാൻകുട്ടൻ യാതൊരു വികാരവും ഇല്ലാതെ കൊടുത്തു.
ഞാൻ പറഞ്ഞു ഞാൻ തുടങ്ങുന്ന പോർഷനിൽ നമുക്ക് കൈപിടിക്കാം. അപ്പൊ പിന്നെ ഞാനാണല്ലോ തുടങ്ങണ്ടേ. അപ്പൊ എനിക്ക് ടെൻഷൻ അടി. എന്നാലും അവൻ ഇങ്ങനെ വിടാൻ പറഞ്ഞു തുടങ്ങാറായപ്പോഴത്തേക്ക്. പക്ഷെ അവനൊരു ധൈര്യമായി അത്. അതെ അതെ അതെ. ഈ മാർക്ക് കലക്കുമോ നോക്കാം നമുക്ക്. അല്ല അതിനു മുമ്പേ ആ. എനിക്ക് ഞാൻ ഒരു കോമഡി നാടകാവിഷ്കാരാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അത് അത് പറയട്ടെ. ആ. ഞാനേ അത് പറഞ്ഞോട്ടെ എന്ന് ഗ്രീൻസൺ ചേട്ടന്റെ അടുത്ത് ചോദിക്കാനേ പോയി. അപ്പൊ ഗ്രീൻസൺ ചേട്ടൻ പറഞ്ഞു അത് പറഞ്ഞോന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴേക്കും ചിരിച്ചിട്ട് കണ്ണീന്നൊക്കെ വെള്ളം വന്ന് തുടച്ചു അന്ന് ഞങ്ങൾക്ക് ചിരി വരുമോ നോക്കട്ടെ. പറയട്ടെ. മോനെ ആ പമ്പാ ഗണപതി കുറച്ചൊന്ന് ഫ്ലാറ്റ് ആയല്ലോ. ഓ എനിക്ക് രോമാഞ്ചം വന്നിട്ട് ഇവിടെ നിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്തു പറ്റി മോനെ? ഫ്ലാറ്റ് ഉണ്ടല്ലോ സാറേ, റൂം എടുത്ത് താമസിക്കാലോ. എടാ ആ ഫ്ലാറ്റ് അല്ല, ശ്രുതി ഫ്ലാറ്റ് എന്ന്. പമ്പാ ഗണപതി ഇതാണ് ഫ്ലാറ്റ്. ഓ ആ ഫ്ലാറ്റ്. ഞാൻ വിചാരിച്ച് ഇതെന്തീ സാർ ഫ്ലാറ്റ് എന്ന് പറയണേന്ന്. പിന്നെ പാരിന്റെ അധിപതി കുറച്ച് ഷാർപ്പായി. അയ്യോ എന്റെ ദൈവമേ, ഫ്ലാറ്റിൽ ഷാർക്കും ഉണ്ടോ? ഓടിക്കോ എന്റെ മോനെ, ഇങ്ങനെയൊന്നും അലറല്ലേ. ഷാർക്കല്ല, ഷാർപ്പ്. ശ്രുതി ഷാർപ്പ് എന്ന്. പാരിന്റെ അധിപതി ഇതാണ് ഷാർപ്പ്. ഓ ആ ഷാർപ്പാണോ? ഞാൻ വിചാരിച്ചു ഷാർക്കാണ്. എന്റെ ദൈവമേ, ഞാൻ ഇവനെ പഠിപ്പിക്കുന്നത് നിർത്തിയേ. താങ്ക് യു സാർ. അത് ശരി, ഇത് കൊള്ളാലോ. ഇത് ആര് കണ്ടുപിടിച്ചതാ? ഇത് ഞാൻ മനസ്സിൽ നിന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാണല്ലേ? സ്വന്തം കൃതിയാണ്. അതിനകത്ത് വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് പക്ഷെ ഞാൻ കട്ട് ചെയ്ത്. അത് ഗ്രീൻസൺ ചേട്ടൻ വേണ്ടെന്ന് പറഞ്ഞു. സെൻസർ ചെയ്തോ? അത് അതൊന്ന് കേക്കട്ടെ. മോനെ നിനക്ക് കൊറേ ഫാൻസ് ഉണ്ടല്ലോ. ആദ്യമായിട്ടാ കറങ്ങണ ഫാൻസ് ഒക്കെ എന്റെ പ്രേക്ഷകരാണ് ഞാൻ കേക്കണേ. എന്റെ പൊന്നു മോനെ, ആ ഫാൻ അല്ല, നിനക്ക് കുറെ പ്രേക്ഷകരുണ്ടല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. ആരാധകര്. തോന്നി ആ മനുഷ്യൻ ഇത് ഇങ്ങനത്തെ കടുങ്കയൊന്നും ചെയ്യരുത് ഗ്രീൻസൺ. പച്ച മോനെ, നല്ല കോമഡി ആയിരുന്നു അത് കേട്ടോ. അതെന്താന്നറിയോ? അത് മെറ്റീരിയൽ അല്ലേ, അപ്പൊ ഫാനിനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അവർക്ക് കണക്ട് ആവത്തില്ല. അതാണ് കാര്യം. ഇനി കിടലന്മാർക്ക് നോക്കിയാലോ? നോക്കാം. റിയാൻകുട്ടന് it is going to be 99 out of 100 today. Thank you sir. റിയാൻകുട്ടനാണ് നമ്മുടെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. താങ്ക് യു. ഗിഫ്റ്റ് തരട്ടെ? തന്നോളൂ. റിയാൻകുട്ടാ, ആരാ ഗിഫ്റ്റ് തരണ്ടേ? വൈഗ ചേച്ചി തരണോ അതെയോ ജഡ്ജസ് ആരെങ്കിലും തരണോ? ആരാ തരണ്ടേ? വൈഗ ചേച്ചി ഇന്ന് സപ്പോർട്ട് ചെയ്തത് മൊത്തം വൈഗ ചേച്ചി, അതുകൊണ്ട് അപ്പൊ വൈഗ ചേച്ചി റിയാൻകുട്ടന് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുക്കുവാണേ. വൈഗേച്ചി എന്ന് പറഞ്ഞില്ലേ, അത് ഞങ്ങളുടെ കണ്ണൂർ സ്ലാങ്. ടാറ്റാ സാർ. ടാറ്റാ.